അനുഗ്രഹത്തിന്റെ ഡോറാണ് അനുസരണം. അനുഗ്രഹത്തിന്റെ ഡോറാണ് അനുസരണം. അനുസരിക്കുന്നവന്റെ മുമ്പിൽ അനുഗ്രഹം വെളിപ്പെട്ടിരിക്കും. അനുസരിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്നു വരെ വെളിപ്പെടാത്തത് റിവീലാകും. ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ് എന്നാണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതാണ്. യാഗം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ആരാധനയാണ്. ആരാധനയേക്കാൾ നല്ലതാണ് എന്ത്? ബെറ്ററാണെന്ന്. ആരാധനയേക്കാൾ ബെറ്ററാണ് അനുസരണം. ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകും. ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമിനെ യാത്ര ചെയ്യിപ്പിച്ചു. വാക്ക് വിശ്വസിച്ചു താൻ യാത്ര ചെയ്യാൻ തുടങ്ങി. ശേഖേം എന്ന സ്ഥലത്ത് താൻ എത്തി നിൽക്കുമ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിന് മനസ്സിലായി, ഞാൻ നടന്നു നീങ്ങിയ പട്ടണങ്ങളിൽ ഒന്നും ദൈവം പ്രത്യക്ഷനായിട്ടില്ല. ഞാൻ കേട്ട ദൈവശബ്ദം ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ഞാൻ കേട്ട ദൈവശബ്ദം ഒരു ഫിസിക്കൽ ബോഡിയോട് കൂടെ എന്റെ മുമ്പിൽ പ്രത്യക്ഷമായെങ്കിൽ ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് എനിക്ക് വേണ്ടി ദൈവം തന്നിരിക്കാൻ പോകുന്നത്. എന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലമെന്ന് തനിക്ക് വിശ്വാസമായി. ഓരോ പട്ടണങ്ങളും, ഒന്നുകൂടി പറഞ്ഞ തനിക്ക് ലഭിക്കാൻ പോകുന്ന പൗത്രന്മാരാകുന്ന 12 ഗോത്രങ്ങൾക്ക് ഒത്തവണ്ണം ലഭ്യമായ സ്ഥലങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ ഇറക്കുന്ന യാഗപീഠങ്ങൾ പണിത് അവിടെ യാഗം കഴിച്ചു. ആ യാഗങ്ങളിലെല്ലാം ദൈവം പ്രസാദിക്കുവാനിടയായി. വീണ്ടും ദൈവം പറഞ്ഞതനുസരിച്ച് തലങ്ങും വിലങ്ങും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ആ സ്ഥലത്തൂടെ യാത്ര ചെയ്തു. ആ കാലഘട്ടത്തിൽ ഒന്നിൽ ഒരു ക്ഷാമം ദേശത്തുണ്ടായി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക്, അവിടെ ഉണ്ടായ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അബ്രഹാം ആ ദേശത്തെ വിട്ടു. സൈലന്റ് പോയിന്റുകളെ മിക്കവരും എടുക്കാറില്ല, പക്ഷെ ഇതെടുക്കാൻ തന്നെ ആത്മാവ് പറയുന്നു. അബ്രഹാം കനാൻ ദേശം വിട്ടിട്ട് കയറിയ സ്ഥലമാണ് മിസ്രൈം എന്ന് പറയുന്നത്. എവിടെയാണ്? മിസ്രൈം. ആദ്യം മിസ്രൈമിനെ പരിചയപ്പെടുത്തുന്ന അവിടെയാണ്. മിസ്രൈമിൽ താൻ പോയി. മിസ്രൈമിൽ ചെല്ലുമ്പോൾ തന്റെ വാഗ്ദത്തങ്ങൾ എവിടെ ഇരിക്കുക? തലയ്ക്ക് മീതെ. ഒന്ന് തലയിലോട്ട് കൈവച്ചു പറഞ്ഞ, എന്റെ വാഗ്ദത്തങ്ങൾ എന്റെ തലയ്ക്ക് മീതെ ഉണ്ടെന്ന് പറഞ്ഞു. തലയ്ക്ക് മീതെ വാഗ്ദത്തങ്ങൾ ചുമന്നുകൊണ്ട് വാഗ്ദത്തങ്ങൾ നിറവേറേണ്ട സ്ഥലം വിട്ട് അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ ചെന്ന് നിന്നപ്പോൾ അബ്രഹാമിനൊരു കാര്യം മനസ്സിലായി. മിസ്രൈമിലെ ഭരണാധികാരികളോ ദേശക്കാരോ എന്റെ ഭാര്യയെ കവർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവന് ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് ഇത് ഭാര്യ എന്ന് വെളിപ്പെടുത്താതെ തന്റെ ഭാര്യയെ താൻ ആരാക്കി? പെങ്ങളാക്കി. ഭാര്യ എന്ന് വെളിപ്പെടുത്തിയില്ല. ഞാനിവിടെ പറയാൻ പോകുന്ന നിങ്ങൾ കേട്ടോ. അബ്രഹാമിന്റെ മേലുള്ള ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാ. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ അബ്രഹാമിന്റെ കാര്യമല്ല, നിങ്ങളുടെ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്. ഈ വാക്കൊക്കെ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. എന്റെ മേലുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഞാനൊരു പ്രദേശത്ത് എന്നാൽ പ്രദേശത്തിലെ ആൾക്കാർക്കല്ല എന്റെ മേലുള്ള ഉത്തരവാദിത്വം ദൈവത്തിനാ. അബ്രഹാം മിസ്രൈമിലെ ജനത്തെയും ഭരണകർത്താക്കളെയും കണ്ട് ഭയന്നെന്നാ പറഞ്ഞു. ഭയന്നിട്ട് തന്റെ ഭാര്യയെ പെങ്ങളാക്കി. രാജാവിന് അവന്റെ ഭാര്യയിൽ ആകർഷണം തോന്നി. സാറയെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ശേഷം നമ്മൾ കാണുന്ന വാദം, ദൈവം ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മിസ്രൈമിലെ രാജാവിനെ ദണ്ഡിപ്പിച്ചു എന്ന് കാണുന്നത്. ആമേൻ. മനസ്സിലായി ഇതിവന്റെ ഭാര്യയാണെന്ന് മനസ്സിലായപ്പോൾ എന്തു ചെയ്തേ? ക്ഷമ പറഞ്ഞ് നന്മ കൊടുത്ത്
വീട്ടിൽ കൊണ്ടാക്കി. ആമേൻ, ആമേൻ, ആമേൻ പറ. ഇനി ഞാൻ പറയുന്ന ശേഷം മടങ്ങി വന്നിട്ട് വീണ്ടും യാഗം കഴിക്കുക. ഈ യാഗം കഴിക്കുമ്പോൾ താൻ യാഗത്തിൽ ചെയ്യേണ്ട ഒരു അനുസരണം, പക്ഷികളെ പിളർക്കേണ്ടതിന് പകരം പിളർക്കാതെ യാഗം കഴിച്ചു. യാഗം കഴിക്കുന്നതിനിടയിൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി അതിനെ എടുത്തത്. ദൈവം പറയാണ്, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാഞ്ഞത് കൊണ്ട് നിന്റെ തലമുറ ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്ത തലമുറ അന്യദേശത്ത് പ്രവാസികളാകും. ഏത് അന്യദേശം? ഭാര്യയെ കൊണ്ട് അടിമയാക്കിയ സ്ഥലം. ഈ വഴി തുറന്നു കൊടുത്തതാരാ? ഈ ഒരു സാധ്യത ഉണ്ടാക്കിയതാരാ? അനുസരണക്കേടല്ലേ? ഞാൻ പറയുന്ന ദൂതിന്റെ കട്ടി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം പറഞ്ഞ സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക. ക്ഷാമമല്ല എന്നാ വന്നാലും നിറയ്ക്കാൻ ദൈവത്തിനറിയാം. ഞാൻ ഒന്നുകൂടെ സ്കിപ്പ് ചെയ്ത് മകന്റെ കാലഘട്ടത്തിലേക്ക് പോകാം. മകന്റെ കാലഘട്ടം. മകൻ എന്ന ഇസ്ഹാക്ക് ആ പട്ടണത്തിൽ നിൽക്കുമ്പോൾ അതേ ക്ഷാമം വീണ്ടും ആവർത്തിച്ചു. മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം, ഈ സ്ഥലം വിട്ടു പോകുക. ദൈവം ഇസ്ഹാക്കിനോട് പറയുന്നു, ഇസ്ഹാക്ക്, ക്ഷാമമാണ്, പക്ഷേ ഈ പ്രദേശം നീ വിട്ടുപോകരുത്. നീ ഇവിടെ വിതയ്ക്കണം. നിന്റെ വയലിനകത്ത് ഞാൻ ഒരു റിവൈവൽ കാണുന്നു. ഇത് ആവർത്തിക്കുന്ന ദൂത. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് തന്നെ മറ്റൊരു ഭാഗത്തിലൂടെ പ്രവചിച്ചിട്ടതാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ വയലിൽ ഒരു വലിയ വിളവുണ്ട്. ഈ വയലിൽ ഒരു വലിയ വിളവുണ്ട്. അബ്രഹാമേ, ക്ഷാമം എന്നുള്ളത് ഈ ഭൂമിയുടെ സാഹചര്യമാ. ഞാൻ നൽകുന്ന വിളവ് from the heaven. എന്റെ ദൈവമക്കളെ, ഞാനൊരു കാര്യം വിളിച്ചു പറയാം. നിന്റെ നന്മ ഭൂമിയുടെ വിളവല്ല, നിന്റെ നന്മ സ്വർഗത്തിന്റെ വിളവാണ്. മനസ്സിലാകുന്നവർക്ക് ഏറ്റെടുത്തുകൊണ്ട് പോകണം. ഇന്ന് പകൽ ഇത് ഹെവി പ്രസൻസ്, ആള് കുറവാണെങ്കിലും ഭയങ്കര ഹെവി ദൂതാണ് നിങ്ങളുടെ മേലിൽ വെളിപ്പെടുന്നത്. ഞാൻ പഠിച്ചോണ്ട് വന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവം എന്നെ കൊണ്ട് കൃത്യതയോടെ വിരൽ ചൂണ്ടുന്നു. നിന്റെ വയലിനകത്ത് വിളവ് നൽകാൻ കഴിയുന്ന ഒരു ദൈവീയ ഇടപെടൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. സാഹചര്യം ക്ഷാമത്തിന്റെയാണ്, പക്ഷേ വെളിപ്പെട്ടത് ഒരു നിറവാണ്. വെളിപ്പെട്ട ദൂതിനെ ഒട്ടും കുറയാതെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. വെളിപ്പെടുന്നത് മുഴുവൻ ക്ഷാമമാണ്, പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, ഇല്ല കുഞ്ഞെ, നിറവാണ്. നിന്റെ വയല് നിറയും. ജാതീയ പട്ടണങ്ങൾക്കകത്ത് കിടക്കുന്ന വയലുകൾ മുഴുവൻ ശൂന്യമായ മരുഭൂമി പോലെ കിടക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്ന നിന്റെ വയലുകളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഇതൊരു ദൂതാ കേട്ടോ. ഞാൻ ദൈവവചനത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നു. ദൈവവചനത്തിന്റെ ദൂതിനെ ശിരസ്ത്രം സ്വീകരിക്കുന്നു. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. ആവർത്തിക്കുന്നു, കർത്താവേ, അല്ലെങ്കിൽ എനിക്കറിയാം ഇത് എന്റെ ചിന്തയോ എന്റെ വാക്കുകളോ അല്ല, മറിച്ച് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിന്റെ വയല് നിറയും. എങ്ങനെ ഇസ്ഹാക്ക് നീ ചോദിക്കരുത്. എങ്ങനെയെന്ന് നീ ചോദിക്കരുത്. നീ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ വയലിനെ ഒരുക്കിക്കോ.
വയലിൽ ഉഴഞ്ഞു നടന്നു. പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, എങ്ങനെയെന്ന് ചോദിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാളയ്ക്ക് അതിന്റെ കോപ്പിട്ടുകൊണ്ട് നീ ഉഴയാൻ തയ്യാറായിക്കോ. ഇസഹാക്കിന്റെ ബുദ്ധിക്കകത്തുള്ള ദൂത് ഞാൻ പറയാം, ചിന്ത ഞാൻ പറയാം. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം ഇതിനെ ഉഴഞ്ഞാലും ഇതിനകത്ത് നിന്ന് ഒരു വിത്തും മുളയ്ക്കത്തില്ല. ദൈവത്തിന് പറയാം, ഈസഹാക്ക് നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തോ, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തോളൂ. റിസൾട്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അന്ന് വരെ അന്ന് വരെ വെളിപ്പെടാത്തൊരു നിറാവ് അതിനകത്ത് കയറി. ഇതൂത് നിങ്ങൾക്കാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലുണ്ടാകണം. അനുസരിക്കുന്നവന്റെ മുമ്പിൽ ഒരു വിളവുണ്ട്. മക്കളെ, അതിനെ അംഗീകരിക്കാതെ പോകരുത്. നിന്റെ വീട്ടിലൊരു ശൂന്യത ആയിക്കോട്ടെ, പേടിക്കരുത് കേട്ടോ. അനുസരിക്കാൻ തയ്യാറാണ്. ഏലിയാവ് പറയാണ്, മരിക്കാൻ തയ്യാറായിരിക്കല്ലേ. ശൂന്യമാകുന്ന ഭരണിയാണല്ലേ. കുഞ്ഞുമായിട്ട് ഒന്നുമില്ലാതിരിക്കുക. മരണത്തിന്റെ ചിന്തകൾ നിന്റെ വീട്ടിനകത്തും മനസ്സിനകത്തും നിറഞ്ഞിരിക്കുക. പക്ഷെ നിനക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു ദൂത് ഞാൻ പറയാൻ പോവാണ്. ആദ്യം ഉണ്ടാക്കുന്ന ഇങ്ങോട്ട് കൊണ്ടുപോരും. നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത മാവിന് നീ കൈ ഇടുന്നതിന് മുമ്പ് നിന്റെ കൈക്കകത്തൊരു നിറവ് ദൈവം തരും. ആത്മാവ് ഇന്ന് പകല് സഭയോട് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. അത് വെളിപ്പെടുക തന്നെ ചെയ്യും.